ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് കെ ഫാമിലിയെ പറ്റിയിട്ടാണ്. കുറേ നാളുകൾക്ക് ശേഷം കെ ഫാമിലി രംഗത്ത് വന്നിട്ടുണ്ട് ഗൈസ്. എന്നാൽ ഇത്തവണ അഹാനയോ സിന്ധു കൃഷ്ണയോ ദിയ കൃഷ്ണയോ ഒന്നുമല്ല ഇപ്പം നമ്മുടെ താരം. കെ അണ്ണൻ തന്നെയാണ് രംഗത്ത് വന്നിരിക്കുന്നത്. അതിൻ്റെ പേരിൽ തന്നെ ഒത്തിരി തവണ ദിയ കൃഷ്ണ എയറിൽ പോയിട്ടുമുണ്ട്. എല്ലാ ആഴ്ചയും ഓരോ പ്രശ്നങ്ങളുണ്ടാക്കി പുള്ളിക്കാരത്തെ ഏറിപ്പോവും. എന്നാൽ ഇത്തവണ ദിയ കൃഷ്ണയല്ല, അഹാനകൃഷ്ണയുമല്ല. അഹാനകൃഷ്ണ അമ്മുമ്മയുടെ ഇഷ്യൂ നടന്ന സമയത്ത് അഹാനകൃഷ്ണൻ കുറച്ച് നാൾ എയറിലായിരുന്നു. എന്നാൽ ഇത്തവണ ഫാമിലിയുടെ നെടുന്തൂണായിട്ടുള്ള കെ അണ്ണൻ തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ്. പുള്ളി കഴിഞ്ഞ ദിവസം കൊടുത്തൊരു ഇൻ്റർവ്യൂവിൻ്റെ കുറച്ച് ഭാഗങ്ങൾ കേൾക്കാം. അച്ഛൻ്റെ ഫീമെയിൽ വേർഷനാന്ന് പറയും. അങ്ങനെയാണെങ്കിൽ എൻ്റെ 30ാമത്തെ വയസ്സിൽ ഞാൻ ചിലപ്പോൾ വീട്ടിൽ കയറി ചുട്ടി കൂട്ടിയെന്നെ. എൻ്റെ മുടിത്രയിൽ ചെയ്തുള്ളൂ. മാത്രമല്ല എൻ്റെ പുള്ളിയുടെ മാനസികാവസ്ഥ ആലോചിക്കണേ. സ്വന്തം ഭാര്യയുടെ അമ്മേനെയാണ് പുള്ളി വീട്ടിൽ കയറി തല്ലിയനെന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. അതായത് അഹാനകൃഷ്ണ അമ്മുമ്മയോട് ചെയ്തത് കുറഞ്ഞു പോയി എന്ന്. ഞാനാണെങ്കിൽ അറ്റ്ലീസ്റ്റ് വീട്ടിൽ കയറി തല്ലിയനെ എങ്കിലും ചെയ്തേനെന്നാണ് പുള്ളി പറയുന്നത്. തോന്നിയതൊക്കെ കോതയ്ക്ക് പാട്ടെന്നുള്ള രീതിയിൽ പറയാനായിട്ടുള്ള ദിയ കൃഷ്ണയ്ക്കും അഹാനകൃഷ്ണയ്ക്കും കിട്ടിയ ധൈര്യം എവിടെ നിന്നാണെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ? നടനാവും ഇങ്ങനെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അപ്പോഴും വലിയ നടന്മാരെ കൂടെ അഭിനയിക്കുമ്പോൾ, ഉദാഹരണത്തിന് അഴകിരാവൺ അഭിനയിക്കുന്നു, മമ്മൂട്ടി വിളിക്കുന്നു, ഞാൻ അടുത്തിരിക്കുന്നു, ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നു, ചേർത്തലയിൽ കുറേ പേരപ്പോൾ പുള്ളി ഇങ്ങനെ ഇരുന്ന് എന്തൊരു വിശേഷം ഇങ്ങനെ ആൾക്കാരെ നോക്കിക്കൊണ്ട് ചോദിക്കുന്നു. ഞാൻ നോക്കുമ്പോൾ ഒരു 1000 പേരോടെ മുമ്പിൽ നിൽപ്പുണ്ട്. 1000 പേരിൽ ഒരുത്തം പോലും എന്നെ നോക്കുന്നില്ല. ഞങ്ങളും ഇത്ര വ്യത്യാസത്തിലിരിക്കുന്നത്. ആ നോട്ടം ഇങ്ങോട്ടാണ് പോകുന്നത്. ആ മനുഷ്യൻ്റെ ഓറയുടെ പവറാണ്, ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ പുള്ളിയെ അസൂയപ്പെട്ട് അദ്ദേഹത്തെ ചീത്ത വിളിച്ചിട്ട് കാര്യമില്ല. കുറച്ചുകൂടി അദ്ദേഹത്തിൻ്റെ കൂടെ ചേർന്നിരുന്നാൽ കുറച്ച് പേരെങ്കിലും നമ്മളെ നോക്കും. അതുകൊണ്ട് കൂടെ ചേർന്ന് പോകുന്ന നല്ല മനുഷ്യൻ കുറേ നേരം ഇരുന്നപ്പോഴത്തേക്ക് നോക്കി തളർന്നു കഴിഞ്ഞപ്പോൾ കുറച്ച് നേരം നമ്മളെ നോക്കിയിട്ട് ഞാനും ഭയങ്കര സന്തോഷം. അപ്പം ഞാൻ പറഞ്ഞു വെച്ചാൽ ഇതെല്ലാം ഉണ്ടല്ലോ ഒരു ഭാഗ്യത്തിൻ്റെ ഘടകമാണ്. നിങ്ങളെപ്പോലെ എത്രയോ പേര് ജേർണലിസം പാസ്സായി നിങ്ങളുടെ യോഗ്യത അതിനേക്കാളുള്ളവരുണ്ടാവും. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് കിട്ടുന്നവർ കിട്ടുന്നില്ല? ഞാൻ ഒന്നിനെ മോശമാക്കി പറയുന്നില്ല. ഞാൻ എപ്പോഴും പറയും, അസാമാന്യമായ ഭാഗ്യമുള്ളവർ അവിടെ എത്തും. അവരെ കല്ലെറിയുന്നതിന് പകരം അവരുടെ കൂടെ ചേർന്ന് ഞങ്ങൾ ഒരേ പോക്കാം. അപ്പോൾ ശ്രീവിദ്യ വിഷയം ഒരു കാര്യം എടുത്ത് പറഞ്ഞു, നമ്മുടെ പ്രവൃത്തി നല്ലതായിട്ടും ആരോപണം വരുന്നുണ്ടെങ്കിൽ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന മനുഷ്യരെല്ലാവരും തെറ്റ് ചെയ്തിട്ടുള്ളവരാണ്. മനസ്സുകൊണ്ടോ ശരീരം കൊണ്ടോ തെറ്റ് ചെയ്യാത്തവരില്ല. ഈ തെറ്റുകളൊന്നും ദൈവത്തിന് ക്ലിയർ ചെയ്യാൻ പറ്റില്ല. ആ സമയത്ത് നമ്മുടെ പ്രവൃത്തി ശരിയായിട്ടും ആരോപണം വരുന്നുണ്ടെങ്കിൽ ആരോപണം ദൈവം തരുന്നൊരു സമ്മാനമാണ്. ആരോപണം നിങ്ങളുടെ ഓറയെ ക്ലെൻസ് ചെയ്തിരിക്കും, നിങ്ങൾക്ക് ഉയർച്ച ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞത് ഞാൻ എന്നും എന്നെ മനസ്സിൽ വയ്ക്കും. പ്രശ്നങ്ങൾ വരുമ്പോൾ ഞാൻ മക്കളോട് പറയും, ആരും റിയാക്ട് ചെയ്യല്ലേ, ആ പ്രശ്നം നല്ലതാണ്. മോളുടെ പ്രശ്നം വന്നു, സംഭവം നല്ലപോലെ കൈകാര്യം ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ തന്നെ മോൾക്കൊരു കുഞ്ഞ് ജനിക്കുന്നു, നല്ല കാലം തുടങ്ങുന്നവർ, പുതിയ സ്ഥാപനം തുടങ്ങുന്നത് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നു. ഇലക്ഷനുമായി ബന്ധപ്പെട്ടൊരു വിഷയം നടന്നു. ചിലപ്പോൾ ഇലക്ഷൻ ഞാൻ സീറ്റ് കിട്ടിയെന്നിരിക്കാം, ഞാൻ തോറ്റെന്നിരിക്കാം. പക്ഷേ ഒരു നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നു. ഇലക്ഷനുമായി ബന്ധപ്പെട്ടൊരു വിഷയം നടന്നു. ചിലപ്പോൾ ഇലക്ഷൻ ഞാൻ സീറ്റ് കിട്ടിയെന്നിരിക്കാം, ഞാൻ തോറ്റെന്നിരിക്കാം. പക്ഷേ ഒരു പാൻ ഇന്ത്യ പ്രസ്ഥാനത്തിന്റെ ചെയർമാനായിട്ട് വരുന്നു. ഒരു നേരം നമ്മൾ ഉണ്ടായിരുന്നത് ഓറെ ക്ലെൻസ് ചെയ്യുന്നതാണ് നമ്മൾ വിശ്വസിച്ചപ്പോൾ നടന്ന സംഭവം. ഇപ്പോൾ വേറൊരു വിഷയം നടക്കുന്നുണ്ട് വീട്ടിൽ. ചിലപ്പോൾ നിങ്ങൾ കണ്ടു കാണും, കുടുംബം ഏറെ നിൽക്കുക. അത് ഞാൻ പറഞ്ഞു, ഇതിന് പ്രതികരിക്കില്ലേ എന്ന് പറയുന്ന ഒരു മോള് പ്രതികരിച്ചു പോയി. അപ്പോഴും ഞാൻ തെറ്റില്ല. കാരണം എൻ്റെ മൂത്ത മോള് പ്രതികരിച്ചപ്പോൾ എൻ്റെ അടുത്ത് പലരും പറഞ്ഞു അത് ചെയ്യണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു അത് നിങ്ങളുടെ ആംഗിളാണ്. ഇന്ന് എനിക്ക് 58 വയസ്സും അവർക്ക് 30 വയസ്സുമാണ്. ഈ ആദ്യത്തെ പെൺകുട്ടി ജനിക്കുമ്പോൾ പറയും അച്ഛൻ്റെ ഫീമെയിൽ വേർഷനാന്ന് പറയും. അങ്ങനെയാണെങ്കിൽ എൻ്റെ 30ാമത്തെ വയസ്സിൽ ഞാൻ ചിലപ്പോൾ വീട്ടിൽ കയറി കൃഷ്ണകുമാർ, നിങ്ങൾ എണീക്കുമ്പോൾ നന്ദി പറഞ്ഞിട്ട് കിടക്കുമ്പോൾ നന്ദി പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ആദ്യം വായിൽ നിന്ന് വരുന്ന വർത്തമാനം നല്ലതായിരിക്കണം. എൻ്റെ പൊന്ന് കൃഷ്ണകുമാർ, ഇങ്ങനെ വാക്കുകൾ കൊണ്ട് അമ്മാനോ ആടല്ലേ. ഇവരെ കായികമായി നേരിടണമെന്നും ഇവർക്ക് 2 കൊടുക്കണമെന്നും കൃഷ്ണകുമാറിന് ആഗ്രഹമുണ്ട്. അപ്പോൾ വിമർശനങ്ങൾ കൂടും. അതുകൊണ്ട് മാത്രമാണ് മിണ്ടാതിരിക്കുന്നത്.